സർ, കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടാനുള്ള കാരണം തനത് നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിലുണ്ടായ നേട്ടമാണ്. 2011-12 മുതൽ 15-16 വരെയും 16-17 മുതൽ 20-21 വരെയുമുള്ള മുൻകാലത്തെ അവസ്ഥയുമായി 21-22-22-25 വരെയുള്ള 24-25 വരെയുള്ള ഈ സർക്കാരിൻ്റെ കാലത്തെ കണക്കുകൾ താരതമ്യം ചെയ്താൽ ഇത് വ്യക്തമാവും. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് 21-22 മുതൽ 24-25 വരെ വളർച്ച 15.8% ഉയർന്നു. ഇതുതന്നെയാണ് തനത് നികുതിയേതര വരുമാനം ഒരുമിച്ചെടുത്ത് നോക്കിയാലും കാണാനാവുക. സർ, ഈ സർക്കാരിൻ്റെ കാലത്താവട്ടെ നികുതിയേതര വരുമാന വളർച്ച 17.4% ഉയർന്നു. ഈ ഘട്ടത്തിൽ നികുതിദായകരെയും ഉദ്യോഗസ്ഥരെയും അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു. സർ, കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതത്തിലും ഗ്രാൻറ്റുകളിലും വലിയ തിരിച്ചടി ഉണ്ടായിട്ടും ഈ സർക്കാരിൻ്റെ കാലത്ത് റവന്യൂ കമ്മിയും ധനക്കമ്മിയും കടഭാരവും കുറയ്ക്കാൻ കഴിഞ്ഞു. 21-22 2.2% ആയിരുന്നു റവന്യൂ കമ്മി. 23-24 അത് 1.58% കുറഞ്ഞു. ഇതേ കാലയളവിൽ ധനക്കമ്മി 4.04% നിന്നും 2.9% കുറഞ്ഞു. പൊതുകടവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അനുപാതം 21-22 35.92% ആയിരുന്നത് 23-24 34.2% കുറഞ്ഞു. സർ, തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചിട്ടും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയും മറ്റ് ചെലവുകൾ മുൻഗണനാക്രമത്തിൽ നിർവഹിച്ചും നാം പിടിച്ചു നിൽക്കുകയാണ്. 21-22 സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം SOTR 47,660 കോടി രൂപ ആയിരുന്നത് 24-25 സാമ്പത്തിക വർഷം കഴിയുമ്പോഴേക്കും 81,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിയും. 4 വർഷം കൊണ്ട് 70% വർധനവാണ് ഉണ്ടാവുക. കേരളത്തിൻ്റെ തനത് വരുമാനം നികുതിയും നികുതിയേതരവും 54,988 കോടിയിൽ നിന്നും 1,03,240 കോടിയായി വർദ്ധിക്കുകയാണ്. സർ, സംസ്ഥാനത്തിൻ്റെ കേന്ദ്ര വിഭവ കൈമാറ്റത്തിൽ നിന്നും വർഷം 50,000 കോടി രൂപയിലധികം വെട്ടിക്കുറവ് വരുത്തിയിട്ടും നമ്മുടെ ചെലവ് വർദ്ധിപ്പിക്കാനായത് തനത് വരുമാനത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞ വർധനവിലൂടെയാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും.